നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കടൽപ്പായലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജൈവവളത്തിനെ കുറിച്ചാണ് കേട്ടോ. അതിൻ്റെ പേരാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഈ കടൽപ്പായൽ പണ്ട് കാലം മുതൽ തന്നെ ജൈവവളമായിട്ടും മറ്റും മണ്ണിൽ ചേർക്കുന്നത് ഒരു പതിവായിരുന്നു. അങ്ങനെ ചെയ്യുമ്പം മണ്ണിൻ്റെ ഘടന മെച്ചപ്പെട്ടതായി കാണുന്നത് കൊണ്ടാണ് അങ്ങനെ വ്യാപകമായിട്ട് ഒരു ജൈവവളം എന്നുള്ള രീതിയിൽ കടൽപ്പായലിനെ ഉപയോഗിച്ചു പോന്നിരുന്നത്. ഇന്നിപ്പം കടൽപ്പായലിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തിട്ട് സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന പേരിൽ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലഭ്യമാണ്. ഇതൊരു ജൈവ ഉൽപ്പന്നം ആയതുകൊണ്ട് തന്നെ ജൈവ കൃഷിയിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വളമാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് സീവീഡ് എക്സ്ട്രാക്റ്റിന് ഇത്ര പ്രചാരം ലഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ വിത്ത് മുളപ്പിക്കുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്കുരണ ശേഷി കൂടുന്നതായിട്ടും അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈകൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതുമായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണമെന്ന് വെച്ചാൽ നന്നായിട്ട് വിളവ് കൂട്ടും. വിളവ് കൂട്ടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അടുത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെടികൾ പെട്ടെന്നൊന്നും കീടരോഗബാധയ്ക്ക് അടിമപ്പെടാറില്ല. കുറച്ച് ടോളറൻസ് കൂടുതലായിരിക്കും, കുറച്ച് ഹാർഡി ആയിരിക്കും പ്ലാന്റ്സ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക, അതായത് സീവീഡ് എക്സ്ട്രാക്റ്റ് തളിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന വിളകൾ, ഉദാഹരണത്തിന് സീവീഡ് എക്സ്ട്രാക്റ്റ് തളിച്ച് നിർത്തിയിരിക്കുന്ന തക്കാളി ചെടിയിൽ നിന്നും പറിക്കുന്ന തക്കാളിയുടെ ഷെൽഫ് ലൈഫ്, അതായത് സൂക്ഷിപ്പ് കാലം കൂടുതലായിരിക്കും ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് തളിക്കാത്ത ചെടിയിൽ നിന്നും പറിച്ചെടുക്കുന്ന തക്കാളികളെ അപേക്ഷിച്ച്. ശരിക്കും ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബയോസ്റ്റിമുലൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജൈവ ത്വരിത ലായനി എന്ന് പറയാം വേണമെങ്കിൽ. അപ്പോൾ ഈ ബയോസ്റ്റിമുലൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ തന്നെ ചെടികളെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും വളരാനും ഒന്ന് ത്വരിതപ്പെടുത്തും. സീവീഡ് എക്സ്ട്രാക്റ്റ് ഒരു ബയോസ്റ്റിമുലൻ്റ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ്, ഹോർമോൺസ്, ചെടികൾക്ക് ആവശ്യമുള്ള ഹോർമോൺസ് അതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതൊരു ബയോസ്റ്റിമുലൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. സീവീഡ് എക്സ്ട്രാക്റ്റിൽ ചില കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ ലാമിനാറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഷുഗറുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ചെടിക്ക്, ഇപ്പം നമ്മൾ സീവീഡ് എക്സ്ട്രാക്റ്റ് ചെടിക്ക് തളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചെടിക്ക് പെസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് കീടങ്ങൾ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് ആർജിക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ സീവീഡ് എക്സ്ട്രാക്റ്റ് തളിക്കുന്നത് വഴി ചെടികളുടെ വളർച്ച നമുക്ക് ത്വരിതപ്പെടുത്താൻ പറ്റുമെന്ന്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വളർച്ച കൂട്ടുന്ന ഹോർമോൺസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഉദാഹരണത്തിന് സൈറ്റോകൈനിനെന്നും ഓക്സിനെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഹോർമോൺസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ചെടികൾ നന്നായിട്ട് വളരുന്നത്. പിന്നെ അതുപോലെ തന്നെ അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അതും ഒരു ഹോർമോണാണ്, സസ്യ ഹോർമോണാണ്. ആ ഹോർമോൺ ഉള്ളത് കൊണ്ട് ചെടികൾക്ക് സ്ട്രെസ്സിന് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റും. അതായത് വരൾച്ചയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് അബ്സിസിക് ആസിഡ് ഒരുപാട് സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കടൽപ്പായൽ ഒരു ജൈവവളമായിട്ട് പണ്ട് കാലങ്ങളിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അങ്ങനെ ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ കാരണങ്ങൾ പലതാണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഘടന അത് മെച്ചപ്പെടുത്തും. അതായത് കടൽപ്പായൽ നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുമ്പം മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തും. ഈ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജലസംഭരണ ശേഷി അല്ലെങ്കിൽ ജലം പിടിച്ചു വയ്ക്കാനുള്ള മണ്ണിൻ്റെ കഴിവ് കൂടും. പിന്നെ വേറൊന്നുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് ഈ മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെങ്കിൽ, പിന്നെ ആവശ്യത്തിന് എയർ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, വായുസഞ്ചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവിടെ ജീവാണുക്കളുടെ പ്രവർത്തനം നടക്കും. ഈ ജീവാണുക്കളുടെ പ്രവർത്തനം നടക്കുമ്പം സോയിൽ മൊത്തത്തിൽ ആരോഗ്യമുള്ളതായിട്ടായിരിക്കും കാണുക. മണ്ണൊരിക്കലും ചത്ത മണ്ണായിരിക്കില്ല, നല്ല ആരോഗ്യമുള്ള ജീവനുള്ള മണ്ണായിരിക്കും നമുക്ക് കിട്ടുക. മണ്ണിന് ജീവനുണ്ടെന്നുണ്ടെങ്കിൽ ചെടികളെ പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കടൽപ്പായൽ
നമ്മൾ ജൈവവളമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉപയോഗങ്ങൾ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് കിട്ടുക. കാരണം സീവീഡ് എക്സ്ട്രാക്റ്റിൽ ഈ പറഞ്ഞ അതായത് കടൽപ്പായലുകളിൽ ഉള്ള എല്ലാ സത്തും അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡാണ് സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ലിക്വിഡായിട്ടും വരും, പൗഡറായിട്ടും വരും, സ്ലറി ആയിട്ടും വരും. പല ഫോർമുലേഷൻസിൽ ഇത് വരാറുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ കടൽപ്പായലിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തും അടങ്ങിയിട്ടുണ്ട്. ഏതിൽ? സീവീഡ് എക്സ്ട്രാക്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽപ്പായൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എല്ലാ പ്രയോജനങ്ങളും സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുമ്പോഴും കിട്ടും. സീവീഡ് എക്സ്ട്രാക്റ്റ് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുമെന്ന് പറഞ്ഞു. ഈ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള മിത്രക്കുമിളുകളെ വളരാനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന് വാമെന്ന് പറയും, വെസിക്കുലർ, ആർബസ്കുലർ, മൈക്കോറേസിയ എന്ന് പറഞ്ഞ ഒരു മിത്രക്കുമിളിനെ ഈ സീവീഡ് എക്സ്ട്രാക്റ്റ് വളരാനായിട്ട് സഹായിക്കും. അങ്ങനെ വളരുമ്പോഴത്തേക്കും ചെടികൾക്ക് കൂടുതലായിട്ട് ന്യൂട്രിയൻസ്, പോഷകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും അതുമൂലം ചെടികൾ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ എന്താണ് വേറൊരു പ്രയോജനം എന്ന് വെച്ചാൽ സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്ന ചെടികളിൽ ഹരിതകം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹരിതകം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടും, സ്വാഭാവികമായിട്ടും ഉൽപ്പാദനം കൂടും. ചില പഠനങ്ങൾ നടത്തിയപ്പോൾ കണ്ടത് സീവീഡ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്ന ചെടികളിൽ 30% അതിൻ്റെ ഈൽഡ്, അതിൻ്റെ ഉൽപ്പാദനം കൂടിയതായിട്ടാണ് കണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ സീവീഡ് എക്സ്ട്രാക്റ്റിൽ ഹോർമോൺസ് ഉണ്ട്. പല ഹോർമോൺസും ചെടികളിൽ റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും, ചിലതാണെങ്കിൽ വളരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് 1 ml 100 ml വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ ലായനിയിൽ നമ്മൾ തലേ ദിവസം കട്ടിങ്സ് മുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഫുൾ നൈറ്റ് കട്ടിങ്സ് മുക്കി വെച്ചിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേര് പിടിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെടികളിൽ പ്രധാനമായിട്ടും കാണുന്ന കീടങ്ങളായിട്ടുള്ള മുഞ്ഞ, പിന്നെ നീരൂറ്റി കുടിക്കുന്ന മറ്റ് കീടങ്ങൾ, ഇതിനെയെല്ലാം തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടും നമുക്ക് സീവീഡ് എക്സ്ട്രാക്റ്റിൻ്റെ സഹായം എടുക്കാവുന്നതാണ്. അപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് തളിച്ച് നിർത്തുന്ന ചെടികളിൽ ഈ പറഞ്ഞ കീടാക്രമണം കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ സീവീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിസ്ഥിതി സൗഹൃദ പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇത് മലിനീകരണം ഉണ്ടാക്കും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കണ്ണും അടച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബയോസ്റ്റിമുലൻ്റ് അല്ലെങ്കിൽ മെറ്റബോളിക് എൻഹാൻസർ എന്നൊക്കെ പറയും. അതാണ് ഈ സീവീഡ് എക്സ്ട്രാക്റ്റ്. ഇത് വളരെ ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കൂടിപ്പോകരുത് ഒരു കാരണവശാലും. കൂടിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് നേരെ ഉൾട്ടയായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെടി വളരാൻ വേണ്ടിയിട്ട് തളിച്ചു കൊടുക്കും, പക്ഷേ അവസാനം കിട്ടുന്ന നേരെ വിപരീതമായിരിക്കും. അതായത് ചെടി വാടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ കോൺസെൻട്രേഷൻ, ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കുക. അങ്ങ് അറ്റം പോയാൽ 2 തുള്ളി, അതിനപ്പുറം പോകരുത് കേട്ടോ. ഇപ്പോൾ പൊടിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 നുള്ള് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.